അവൽ വെച്ചിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം പൂർണ്ണമായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സവാളയും 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിനൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.